തിരുവല്ലയിൽ നിന്നും ഇന്ന് രാവിലെ കേട്ടതൊരു കൊലപാതക വാർത്തയാണ്. തിരുവല്ലയിലും യുവാവാണ് കുത്തേറ്റ് മരിച്ചത്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ രണ്ടുപേരും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നു. അതിന്റെ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കാം. അങ്ങനെ ഇതിനു മുൻപ് ഈ രണ്ടുപേരും തമ്മിൽ കൊല്ലപ്പെട്ട മനോജും കേസിലെ പ്രതിയായിട്ടുള്ള രാജനും തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉള്ളതാണോ, അതോ ഈ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ളൊരു പ്രകോപനം അതായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ടോം, ഈ സാമ്പത്തിക സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ് ഈ മനോജിന്റെ കൊലപാതകത്തിന് കാരണം. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി 34 വയസ്സുള്ള മനോജാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയും ബന്ധുവുമായ രാജനെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജനും ഈ അടിപിടി കൂടിയ സമയത്തും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായ സമയത്തും പരിക്ക് പറ്റുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. എന്തായാലും ഈ സംഭവം എന്ന് പറയുന്നത് പ്രധാനമായും ലൈഫ് പദ്ധതിയിൽ രാജന് വീട് ലഭിക്കുകയുണ്ടായ വീടിന്റെ പൈസ ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. ആ പൈസ എടുത്തു നൽകിയതൊക്കെ ബാങ്കിൽ നിന്ന് ATM വഴി എടുത്തു നൽകിയതൊക്കെ ഈ മനോജിന്റെ മകനാണ്. ആ മനോജിന്റെ മകൻ ഈ പൈസ 1 ലക്ഷം രൂപയോളം മനോജിന്റെ മകൻ എടുത്തിരുന്നു. ഈ പൈസയെ ചൊല്ലിയുള്ള തർക്കമാണ്, പല പ്രാവശ്യമുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിന് കലാശിച്ച്. ഇന്നലെ രാത്രിയും ഇത് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായി. ഇന്നലെ രാത്രി മനോജും രാജന്റെ വീട്ടിലെത്തി. ഇവർ തമ്മിൽ അടുത്ത് അയൽപ്പക്കക്കാരാണ്, തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രി വീട്ടിലെത്തി ഇത് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായതിനെ തുടർന്നാണ് രാജൻ ഈ മനോജിനെ കുത്തി കൊലപ്പെടുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, ഈ പൈസ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്നും വീട് പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് വലിയ സമ്മർദ്ദവും രാജനുണ്ടായിരുന്നു. പല പ്രാവശ്യവും വീട് പണി ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലൊക്കെ പഞ്ചായത്ത് വിശദീകരണം ചോദിക്കുകയൊക്കെ ചെയ്തു. ഇത് വലിയൊരു സാമ്പത്തിക തർക്കവും അതുപോലെ വാക്കേറ്റവും വഴക്കും ഉണ്ടാകുന്ന കാരണത്തിലേക്ക് നയിച്ചു. അത് തുടരെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇന്നലെയും സമാനമായി ഇത് സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടായതിന്റെ ഫലത്തിലാണ് ഈ മനോജിനെ രാജൻ കുത്തി പരിക്കേൽക്കുന്നത്. രണ്ടുപേരും അടുത്ത ബന്ധുക്കളാണ്, ഒരു വീടിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. തർക്കം ഈ പല പ്രാവശ്യവും ഈ പണം ചോദിച്ചുള്ള തർക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ എടുത്ത പണം 1 ലക്ഷം രൂപയോളം ഈ മനോജിന്റെ മകൻ എടുത്ത് ബൈക്ക് വാങ്ങിക്കുകയും ചെയ്തു. ഇതെല്ലാം പരസ്പര ഒരു വൈരോഗ്യത്തിനും പ്രകോപനത്തിനും ഒക്കെ കാരണമായിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ മർദ്ദനത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരിക്കുമോ ശശിനാരായണൻ ഇത്? കാരണം ഇതിനു മുൻപേ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ ഒരു സംഭവത്തിന്റെ, ഈ ഒരു കേസിന്റെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ അത് ആസൂത്രിതമായ കൊലപാതകമെന്ന് സംശയിക്കേണ്ടതല്ലേ? ടോം, നമുക്കിത് അങ്ങനെ തന്നെ കരുതാം. കാരണം ഈ ദിവസങ്ങളോളം ഇത് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുകയാണ്. അതിൽ നിരന്തരം ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും വാക്കേറ്റം ഉണ്ടാകുന്നതും ഒക്കെ പതിവാണ്. ഇന്നലെയും ഇത് സംബന്ധിച്ചുള്ള പണം ചോദിച്ചുള്ള തർക്കമുണ്ടായി. അങ്ങനെ മനോജ് ഇന്നലെ രാജന്റെ വീട്ടിലെത്തുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന രാജന്റെ വീട്ടിലെത്തും ഇത് സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടാകുന്നു. അടിപിടി ഉണ്ടായതിനു ശേഷമാണ് കത്തിക്കുത്തിൽ കലാശിക്കുകയും മനോജ് കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഒരുപക്ഷെ അത്തരത്തിലുള്ള ആസൂത്രിതമായ ഒരു വൈരാഗ്യപരമായുള്ള രീതിയിൽ ഉള്ള ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കാണേണ്ടി വരും. പോലീസും അത്തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് കൊലപാതകത്തിന് കാരണം. ഈ പണം നഷ്ടപ്പെട്ടതാണ്. കാരണം 3 ലക്ഷം രൂപയോളം ഈ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം ലഭിച്ചിരുന്നു. ആ പണം ATM മുഖേന എടുത്തു കൊടുക്കുന്നത് മനോജിന്റെ മകനാണ്. ആ മനോജിന്റെ മകനാണ് ഈ 1 ലക്ഷം രൂപയോളം എടുത്തിട്ടുള്ളത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കം ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു ആസൂത്രിതമായ രീതിയിൽ മനോജിനെ അപായപ്പെടുത്താൻ രാജൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ രാജൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഈ മനോജിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്, മറ്റു തെളിവുകളെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. സാരമായ ഒരു വലിയ പരിക്കല്ല രാജനുണ്ടായിട്ടുള്ള, അടിപിടിയിലുണ്ടായ ചെറിയ പരിക്ക് മാത്രമാണ് ഉണ്ടായത്. അറസ്റ്റ് വൈകിട്ടോടുകൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ ഒരു ദാരുണ സംഭവം തന്നെയാണ് ഉണ്ടായത്. അടുത്ത ബന്ധുക്കളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. ബന്ധുക്കളാണ് ഈ രണ്ടുപേരും, കൊല്ലപ്പെട്ട വ്യക്തിയും പ്രതിയും. എന്തായാലും സംഭവത്തിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. ഈ പ്രതിയും പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ.
കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടിയാണ് പിടിയിലായത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി.